ഹായ് ഫ്രണ്ട്സ്, യമ്മി ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മലയാളികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പരിപ്പുവടയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേപോലെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. കൂടെ ഒരു ഗ്ലാസ് കട്ടൻ ചായം കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ളതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്കിതിലേക്ക് വേണ്ട പരിപ്പ് അളന്നെടുക്കുക. അളന്നെടുത്തതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. ഞാനിപ്പോൾ ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം 3 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച പരിപ്പാണിത്. അതിൽ നിന്ന് വെള്ളമൊന്നും ഇല്ലാതെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാട് അരഞ്ഞു പോകരുത്, ഒന്ന് ക്രഷ് ചെയ്താൽ മതി. പരിപ്പുവട ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരുപാട് അരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്താൽ മതി. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ സവാള അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് എല്ലാം ഇട്ട് കുഴക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് വലിയ ബൗളിലേക്ക് തന്നെ മാറ്റാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്യുക. ക്രഷ് ചെയ്തതിന് ശേഷം ചേർക്കുക. ഇനി ഒരു വലിയ സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ആവശ്യത്തിന് പച്ചമുളകും കൂടെ ചേർക്കുക. അപ്പോൾ ഇഞ്ചി ഇതുപോലെ കടിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ചേർത്താലും മതി. അപ്പോൾ ഞാനിതെല്ലാം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കണം. കറിവേപ്പില ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പരിപ്പുവടയ്ക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. കറിവേപ്പില കുറച്ചധികം തന്നെ നമുക്ക് ചേർക്കാം. അപ്പോൾ കറിവേപ്പില ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇത്രയും മല്ലിയില ചേർക്കുന്നുണ്ട്, ഒരു പിടിയുണ്ട്. ഇത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾ ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂണോളം കായം ചേർക്കുക. ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം കൂടെ ചേർക്കുക. ചേർത്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുക അല്ലെങ്കിൽ കുറയ്ക്കുക ചെയ്യാം. നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഇത് നമുക്കിനി ഓരോ ബോൾസ് ആക്കി എടുത്തിട്ട് കയ്യിലിട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണയിലും ടേസ്റ്റ് ഉണ്ടാവും. ഇതുപോലെ ബോൾസാക്കി എടുക്കുക. കയ്യിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യുക. ഇനി ഇത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ എണ്ണയിലിടുമ്പോൾ പൊട്ടിപ്പോകുന്ന ഒരു പ്രശ്നവും വരില്ല. അപ്പോൾ നിങ്ങൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പുവട തന്നെ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. രണ്ട് സൈഡും ഒന്ന് ഗോൾഡൻ ഷെയ്ഡായി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരിക്കലും ഫ്രൈ ചെയ്യരുത്. മുകൾ ഭാഗം ആയിട്ടുണ്ടാവും, ഉൾഭാഗം ആയിട്ടുണ്ടാവില്ല. ഇപ്പോൾ നമ്മുടെ പരിപ്പുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് പരിപ്പുവട തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മൾ പരിപ്പുവട വീട്ടിൽ തയ്യാറാക്കി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ പരിപ്പ് ഒരുപാട് അരഞ്ഞു പോകരുത്. അരഞ്ഞു പോയി കഴിഞ്ഞാൽ പരിപ്പുവടക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാനും പാടില്ല. മീഡിയം ഫ്ലെയിമിലാണെങ്കിലും ഇടയ്ക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഉൾഭാഗം നന്നായിട്ട് വേവിച്ചെടുക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗം ആവാതെ മേൽഭാഗം മാത്രം ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ പരിപ്പുവട ഉണ്ടാക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതേ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും കറക്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പുവട തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി കൂടെ കുറച്ച് കട്ടൻ ചായം കൂടെ ഉണ്ടാക്കുക, ഒരു മിൻറ്റ് ഫ്ലേവറിലുള്ള കട്ടൻ ചായ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.